ഏതാനും നിമിഷങ്ങൾ കൂടി എല്ലാവരും ഇവിടെ സന്നിഹിതരായിരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അഭിനന്ദനീയമാർക്ക് സ്വീകരണം അംഗീകരിക്കുന്നു. പുറത്തുള്ള ഇരിപ്പിടങ്ങളിൽ ബഹുമാനപ്പെട്ട നേതാക്കളും മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളും ദയവായി ഇരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവത്തിന്റെ വലിയ കൃപയാൽ വൈദിക സെമിനാരിക്ക് ശ്രേയസ് മന്ദിരം പരിശുദ്ധ ബാബ തിരുമനസ്സുകൊണ്ട് അഭിമന്യ പിതാക്കന്മാരുടെ സഹകരണത്തിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും കൂട്ടായ്മയിലും ഉദാശ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തുതി. ഇതിന് വേണ്ടതായ അനുഗ്രഹങ്ങൾ നൽകിയ അദൃശ്യ സാന്നിധ്യത്തിന്, ഈ മണ്ണിന് ജീവൻ നൽകിയ പുലിക്കോട് ജോസഫ് ദേവനാസിയോ സ്വന്തം തുടർന്നുള്ള എല്ലാ പിതാക്കന്മാരുടെയും പ്രാർത്ഥന ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു. ഈ കെട്ടിടത്തിന്റെ നാമധേയനായ വന്യഗുരു ഡോക്ടർ വി വർഗീസ് തിരുമേനിയുടെ ആത്മീയ സാന്നിധ്യവും അനുഗ്രഹവും ഇതിന്റെ പിന്നിൽ എപ്പോഴും അനുഭവിക്കുവാനായിട്ട് ഇടയായി. ഈ കെട്ടിടം 1 വർഷം കൊണ്ട് പൂർത്തീകരിക്കുവാനായിട്ട് ദൈവം കൃപ ചെയ്തു. അതിനുവേണ്ടി പരിശുദ്ധ ബാബ തിരുമേനി അകമഴിഞ്ഞ് അനുഗ്രഹിച്ചു, സഹായിച്ചു. തിരുമേനി തന്നെ സ്വന്തം കയ്യിൽ നിന്ന് ഇതിനു വേണ്ട സംഭാവന നൽകി. മറ്റ് പിതാക്കന്മാരും ചിലരൊക്കെ പ്രകാരം ചെയ്തു. അവരവരുടെ ഭദ്രാസനത്തിൽ വേണ്ടതായ വേതനം നൽകുവാനായിട്ട് അവരൊക്കെയും സഹായിച്ചു. നന്ദിയോടെ ഓർക്കുന്നു. ഈ കെട്ടിടം ഇപ്രകാരം പൂർത്തീകരിക്കുവാൻ സെമിനാരി കുടുംബത്തിൽ നിന്ന് കൂടുതൽ അധ്വാനിച്ച ഇതിന്റെ CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സെമിനാരിയുടെ ബെഡ്സാറും ഇപ്പോഴത്തെ പുതിയ പ്രിൻസിപ്പലായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന നിയമിക്കപ്പെടുന്ന ബന്ധുനായ സച്ചൻ പ്രത്യേകിച്ച് ഈ അവസരത്തിൽ എല്ലാവരുടെയും നന്ദിയും ആദരവും അർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട സച്ചന്റെ കൈകളിലേക്ക് പരിശുദ്ധ ബാബ തിരുമനസ്സുകൊണ്ട് ജീവിതമാകുന്നുവെങ്കിൽ ഇതിന്റെ താക്കോല് ഒന്ന് ഏൽപ്പിക്കണം എന്ന് അപേക്ഷിക്കുന്നു. പ്രിൻസിപ്പൽ എന്റെ ചുമതല ഓരോന്നായിട്ട് ഏറ്റുകൊണ്ടിരിക്കുന്നു. ഈ കെട്ടിടത്തിന്റെ പൂർത്തീകരണത്തിന് ഇതിന്റെ കൺസ്ട്രക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് പ്രവർത്തിച്ച അഭിമന്യ അപ്രയം തിരുമേനിയെ വളരെ ആദരപൂർവ്വം സ്മരിക്കുന്നു. ഇതിന്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച സജി അമയിലച്ചൻ വളരെ കാര്യക്ഷമമായിട്ട് ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എപ്പോഴും ഉണ്ടായിരുന്നു. ഇന്ന് ഇപ്പോൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും ഒരു വാക്ക് നന്ദി പറയുവാൻ വേണ്ടി ഇതിന്റെ സെക്രട്ടറി സജി അമയിലച്ചനെ ക്ഷണിക്കുന്നു. പരിശുദ്ധ ബാബ തിരുമേനി, അഭിയുക്തരായ പിതാക്കന്മാരെ, ഗുരുക്കന്മാരെ, വൈദികരെ, സഹപ്രവർത്തകരെ, നിറഞ്ഞ മനസ്സോടും ആദർശമായി നമ്മെ വഴിനടത്തുന്ന സജീവ ദൈവസ്ഥാനത്തിന് മുമ്പിൽ നമ്രശിരസ്കരമായി നൽകുന്നു. ഈ പഠിത്ത വീടിന് തിലകക്കുറിയായി മലങ്കര സഭയുടെ സ്നേഹത്തിന്റെ പ്രവാചകൻ അഭിമന്യനായ ശ്രീമയുടെ ദീപ്തമായ സ്മരണകൾ പൂർത്തീകരിക്കാൻ ഒരു കെട്ടിടം കൂടെ സമർപ്പിക്കപ്പെടുമ്പോൾ ദൈവം നടത്തിയ വിധങ്ങൾ അവർണ്ണനീയവും ദൈവകൃപയുടെ മധുരമ ശ്രദ്ധേയവുമാണ്. നടത്തിയ വിധങ്ങളെ ഭംഗിയായി ഓർക്കുകയും ദൈവകൃപയ്ക്ക് മുമ്പിൽ 1000 സ്തുതിയും സ്വന്തവും സമർപ്പിക്കുകയും ചെയ്യും. ഈ മണ്ണ് വിശുദ്ധിയുടെ വിളനിലമാണ്. പൂർവിക സ്തുലികരായ പരിശുദ്ധ പിതാക്കന്മാരുടെ അന്ത്യവിസ്മൃത അനുഗ്രഹീതമായ ഈ മണ്ണിലെ എല്ലാ പൂർവികരായ പിതാക്കന്മാരുടെയും മുമ്പിൽ ഒരു പ്രമാണം അർപ്പിച്ചുകൊണ്ട് എൻ്റെ ദൗത്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. സെമിനാരി സ്ഥാപകൻ പുലിക്കോട് ജോസഫ് ഒന്നാമനും രണ്ടാമനും പരിശുദ്ധനായ പട്ടശ്ശേരി തിരുമേനിയും ആധുനിക സെമിനാരി ശില്പി ഭാഗ്യസ്മരണാർത്ഥ പൗലോസ് തിരുമേനിയും ഒക്കെ ആത്മാക്കൾ ഇപ്പോൾ സ്വർഗത്തിൽ സന്തോഷത്തിന്റെ നിർവൃതിയുടെ നിമിഷങ്ങളിലാണ്. അവർ ദർശനങ്ങളുടെ ഈ പഠിത്ത വീട് ചരിത്രത്തിന്റെ വഴിത്താരയിൽ ഒരു പുതിയ ഏടുകൾ കൂടെ പൂർത്തീകരിക്കുമ്പോൾ ആ വലിയ പിതാക്കന്മാരുടെ ദീപ്തമായ ഓർമ്മകൾക്കും മധ്യസ്ഥയ്ക്കും മുമ്പിൽ 1000 സ്തുതിയും സ്വന്തവും സമർപ്പിക്കുന്നു. ഈ ധന്യമുഹൂർത്തത്തിൽ വൈദിക സെമിനാരി കുടുംബം കടപ്പെട്ടിരിക്കുന്നത് നിരവധി വ്യക്തിത്വങ്ങളോടാണ്.
പരിശുദ്ധ ബാബാതിരിയുടെ കരുതലും വാത്സല്യവും സ്നേഹവും ഹൃദയത്തോടെ ചേർത്ത് വാത്സല്യിക്കുന്ന പടുത്ത വീടിന്റെ സ്ഥാനവും തീർച്ചയായും ഈ കെട്ടിടത്തിന്റെ അനുഗ്രഹീതമായ പൂർത്തീകരണത്തിന് നിദാനമാണ്. തീർച്ചയായും മലങ്കര സഭയുടെ ചരിത്രത്തിൽ ഒരു വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കപ്പെടുന്ന ഒരു കെട്ടിടം എന്ന നിലയിൽ കഴിഞ്ഞ വർഷം ഡിസംബർ മാസം 19-ാം തീയതി ഇതിനെ കല്ലിട്ട് ഇന്ന് മാർച്ച് മാസം അത് പൂർത്തീകരിക്കപ്പെടുക 19-ാം തീയതി പൂർത്തീകരിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഒരു വർഷത്തിനുള്ളിൽ മലങ്കര സഭയിൽ അനുഗ്രഹീതമായി ഈ കെട്ടിടം ഉദാശ ചെയ്യാൻ ചെയ്ത് കഴിയുവാൻ ശ്രമിക്കുന്നത് പരിശുദ്ധ ബാബാതിരിമയുടെ ശക്തമായ പിന്തുണ മൂലമാണ്. തിരുമേനിയുടെ നമുക്കറിയാം പരിമല ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട് മലങ്കര സഭയിൽ വല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധികളും പിരിവുകൾക്ക് വല്ലാത്ത ആശങ്കകളും ഉണ്ടായ കാലഘട്ടത്തിൽ പോലും അടുത്ത വീടിന്റെ എല്ലാ കാര്യങ്ങൾക്കും വൈദ്യസംഘ പ്രവർത്തനങ്ങൾക്കും ഒരു കുറവും വരാതെ നിർലോഭമായ പിന്തുണയും സഹകരണവും ഒക്കെ പരിശുദ്ധ പിതാവിന്റെ ഭാഗത്ത് ലഭിച്ചത് നന്ദിപൂർവ്വം ഓർക്കുന്നു. ഈ പിരിവിന്റെ പല ഘട്ടങ്ങളിലും തിരുമേനി നേരിട്ട് ഇടപെട്ട് സെമിനാരിക്ക് ഇത് ചെയ്തു കൊടുക്കുന്നു പറഞ്ഞത് ബോധ്യപ്പെട്ട അനേകം ആളുകളുണ്ട്. തിരുമേനി തന്നെ ഇതിന്റെ പിന്നിൽ വ്യക്തിപരമായ സംഭാവന നൽകിയത് അനുസ്മരിക്കപ്പെട്ടു. പരിശുദ്ധ പിതാവിന്റെ സ്നേഹത്തിനും വാത്സല്യത്തിനും കരുതലിനും മുമ്പിൽ 1000 പ്രണാമം സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകമായ നന്ദിയും സ്നേഹവും കടപ്പാടും സമർപ്പിക്കുന്നു. അഭിനന്ദന പിതാക്കന്മാരുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട അലക്സിയോസ് തിരുമേനി, ഡോക്ടർ ജോഷുവ തിരുമേനി, മറ്റു പിതാക്കന്മാരൊക്കെ കൂതാശയിൽ ഉണ്ടായിരുന്നു. ഈ കൂതാശയിൽ പങ്കെടുത്ത എല്ലാ പിതാക്കന്മാരോട് നന്ദിയും സ്നേഹവും കടപ്പാടും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. 2 പിതാക്കന്മാരെ പ്രത്യേകമായി ഓർക്കണം. ഒന്ന്, ബൈസെന്റനറി പ്രോഗ്രാമിന് സഭ അത് നേതൃത്വത്തിലേക്ക് ആക്കി വെച്ചത് മലങ്കര സഭയുടെ സീനിയർ മെത്രാപ്പൊലീത്ത തോമസ് മാർത്താനോസ് തിരുമേനിയാണ്. തിരുമേനി പങ്കെടുക്കാൻ ആഗ്രഹിച്ചെങ്കിലും അല്പം മുമ്പ് അല്പം ദേഹാസത്യം അനുഭവിച്ചുകൊണ്ട് പോകുമെന്ന് അറിയിച്ചു. തിരുമേനിയുടെ ശക്തമായ പിന്തുണയും പ്രോത്സാഹനവും ഇതിന് പിന്നിലുണ്ടായിരുന്ന ഓർക്കുന്നു. തിരുമേനിയുടെ നന്ദിയും സ്നേഹവും കടപ്പാടും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഈ നിർമ്മാണ കമ്മിറ്റിയുടെ മുഖ്യമായ നേതൃത്വം വഹിച്ചത് ഈ ഫാക്കൽറ്റി കുടുംബത്തിൽ തന്നെ അംഗമായിരിക്കുന്ന അഭിനന്ദനായ സക്രിയാസ് മാർത്തോമാ തിരുമേനിയാണ് സ്മൃതി കെട്ടിടത്തിന്റെ പ്രൊജക്ട് സെക്രട്ടറിയായി സേവനം അനുഷ്ഠിച്ചത്. അതിന് നല്ല അനുഭവങ്ങൾ തിരുമേനിക്കുണ്ടായിരുന്നതുകൊണ്ട് ഇതിലെ ഓരോ ഘട്ടത്തിലും അകപിഴിഞ്ഞ പിന്തുണ, ശക്തമായി മുന്നോട്ടുള്ള പ്രോത്സാഹനവും ഒക്കെ തിരുമേനി മൃദുമാനസത്തോടെ ചൊല്ലിയത് ഓർക്കുന്നു. തിരുമേനിയോട് നന്ദിയും സ്നേഹവും കടപ്പാടും പ്രത്യേകമായി ഈ സമയത്ത് ആർജിക്കുന്നു. എല്ലാ വിജയഗാഥകൾക്ക് പിന്നിലും ശക്തമായ കരങ്ങൾ അനിവാര്യമാണ്. കഴിഞ്ഞ 3 വർഷം മലങ്കര സഭയിലെ സെമിനാരി കുടുംബത്തിന്റെ വസന്തകാലമായിരുന്നു. ആ വസന്തകാലത്തിന്റെ ചൈതന്യം, ആ വസന്തകാലത്തിന്റെ അമരക്കാരൻ ഞങ്ങളുടെ ഗുരുനാഥൻ അഭിമനായ കുര്യനച്ഛനാണ്. വളരെ ചുരുങ്ങിയ കാലഘട്ടം മാത്രം ഇത് ലഭിച്ചുവെങ്കിലും ഒത്തിരി നല്ല അനശ്വരമായ ഓർമ്മകൾ ഇവിടെ അവശേഷിപ്പിച്ചാണ് അച്ഛൻ പടുത്ത വീടിന്റെ പടി ഇറങ്ങി എന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല. പ്രിൻസിപ്പൽ സ്ഥാനം പൂർത്തീകരിക്കുന്നത് അച്ഛന്റെ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമാണ് ഈ വലിയ കെട്ടിടം. അച്ഛന്റെ വിശ്രമരാഹിത്യമില്ലാത്ത പ്രവർത്തന ശൈലിയുടെ ഒരു വലിയ മകുടാപകരണമായി ഇതിവിടെ പൂർത്തീകരിക്കുമ്പോൾ ഞങ്ങളുടെ വലിയ ഗുരുനാഥന് 1000 നന്ദിയും സ്നേഹവും കടപ്പാടും പ്രത്യേകമായി സമർപ്പിക്കുന്നു. അതിലേറെ സന്തോഷമുള്ളത് പുതിയ പ്രിൻസിപ്പളിന് അദ്ദേഹത്തിന്റെ അധ്വാന ഫലം തിരികെ കിട്ടിയ ഒരു ചരിത്ര മുഹൂർത്തത്തിലും ഇവിടെ നിൽക്കുകയാണ്. കാരണം ഈ കെട്ടിടത്തിന്റെ സിഇഒയായി അച്ഛൻ പ്രവർത്തിച്ചു. അച്ഛന്റെ ശക്തമായ പ്രവർത്തനം, അച്ഛനാണ് ഇതിന്റെ ഫിനാൻസ് ക്യാമ്പയിനിന്റെ നെടുന്തൂണായി വർദ്ധിച്ചത്. ഒരു കാര്യം അനുസ്മരിക്കാതിരിക്കാൻ നിർവാഹമില്ല. അമേരിക്കയിലേക്ക് ഇതിന്റെ പിരിവുമായി ആദ്യം പോയി ഒരാഴ്ച പിന്നിടുമ്പോഴാണ് അച്ഛന്റെ ആദ്യ കൊച്ചുമകന്റെ ജനനവും അതേ തുടർന്ന് അച്ഛൻ അനുഭവിച്ച മാനസിക സംഘർഷങ്ങളും ഒക്കെ നമുക്കറിയാം. അത് നാട്ടിലെത്തി. അതൊന്നും വകവെക്കാതെ പ്രതിസന്ധികളുടെ നടുവിൽ 1.5 കോടി രൂപയുമായി ഈ സെമിനാരി ക്യാമ്പസിലേക്ക് അച്ഛൻ തിരികെ എത്തുമ്പോൾ ഇവിടെയുള്ള എല്ലാ ഫാക്കൽറ്റി അംഗങ്ങളുടെയും മുമ്പിൽ അക്ഷരാർത്ഥത്തിൽ വെല്ലുവിളിയുടെ പൊരുതി ചരിത്രമാണ് അച്ഛൻ രചിച്ചത്. എല്ലാവർക്കും ഒന്നിച്ച് ചേരുവാനും ഒന്നിച്ച് പ്രവർത്തിക്കുവാനും ഒക്കെയുള്ള വലിയ ചൈതന്യമാണ് അച്ഛൻ നൽകിയത്. തീർച്ചയായും അച്ഛന് ചരിത്രം നൽകിയ നിയോഗമാണ്, ചരിത്രം കാത്തു സൂക്ഷിച്ച നിയോഗമാണ് ഈ കെട്ടിടത്തിന്റെ താക്കോൽ ഏറ്റുവാങ്ങാറുള്ളത്. അച്ഛന്റെ 1000 സ്നേഹത്തിന് പ്രോത്സാഹനത്തിന് പ്രത്യേകമാണ് നന്ദിയും സ്നേഹവും കടപ്പാടും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഈ സെമിനാരി കുടുംബത്തിന്റെ ഫാക്കൽറ്റി അംഗങ്ങൾ തോളോട് തോൾ ചേർന്ന സംഘബോധമാണ് ഈ കഴിഞ്ഞ 1 വർഷം ഇവിടെ ഇതിന്റെ വൈസ് സെന്റർ ഇവിടെ ഏറ്റെടുത്ത എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണതയിൽ എത്തിക്കുവാനൊക്കെ കഴിഞ്ഞത്.
എല്ലാവരും ആരെയും മാറ്റി നിർത്താതെ എല്ലാവരും അവരെ ഏൽപ്പിച്ച കാര്യങ്ങൾ ഭംഗിയായി കൃത്യതയോടെ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ഇവിടുത്തെ ഫാക്കൽറ്റി അംഗങ്ങൾ കൃത്യമായി ശ്രമിച്ചു. അവരുടെ സംഘബോധം, അവരുടെ ത്യാഗമനോഭാവം അത് പ്രത്യേകമായി എടുത്തു പറയാനുള്ളതാണ്. പ്രത്യേകമായി എല്ലാ ഫാക്കൽറ്റി അംഗങ്ങളോടുമുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഗുരുക്കന്മാരുടെ വലിയ ഗുരുവായി അർപ്പിക്കുന്ന ജോഷുവാച്ചന്റെ സ്നേഹ ആശീർവാദം, ഈ പഴയ സെമിനാരിയുടെ പ്രോപ്പർട്ടിയുടെ ഉടയവൻ എന്ന് ബാബാതിരുമയോടൊപ്പം ഉടയവൻ എന്ന് ഞങ്ങൾ പറയുന്ന ഞങ്ങളുടെ ശക്തമായ കോനാട്ടച്ചൻ, അതുപോലെ തന്നെ പഴയ സെമിനാരി മാനേജരെ നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയില്ല. അതായത് ഇപ്പം കെട്ടിടം മാറ്റണം പറഞ്ഞാൽ നമ്മൾ മാറ്റി നോക്കൂ. അച്ഛൻ്റെയും ശക്തമായുള്ള സ്നേഹവും വാത്സല്യവും ഒക്കെ ഇതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു. എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരുന്നു. അഭ്യന്തര അപ്രം തിരുമേനി അധ്യക്ഷനായി, പ്രിയപ്പെട്ട പ്രിൻസ് ജേക്കബ് കുഞ്ഞച്ചൻ, തോമസ് അച്ഛൻ, എന്റെ മാതൃനായ ജേക്കബ് മാത്യു കരിച്ചാലച്ചൻ, പ്രിയങ്കരനായ KM സക്കറിയച്ചൻ, MC കുര്യാക്കോസ് അച്ഛൻ, ഈപ്പൻ ഗുരുവിള തോമസ് ജോർജ്, പ്രൊഫസർ ചെറിയാൻ തോമസ്, സജി അമയലച്ചൻ എന്നിവർ അടങ്ങുന്ന ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഒരു പലവട്ടം സമ്മേളിക്കുകയും ഇതിന്റെ പ്രവർത്തനങ്ങൾ ഭംഗിയാക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോട് നന്ദിയും സ്നേഹവും കടപ്പാടും പറഞ്ഞു തീർക്കുവാൻ കഴിയില്ലെങ്കിലും ഔദ്യോഗിക പേരിൽ പ്രത്യേകമായിട്ട് ഇപ്പോൾ സമർപ്പിക്കുകയാണ്. സെമിനാരി ഗവേണിംഗ് ബോർഡിന്റെ ശക്തമായ പിന്തുണ സെമിനാരിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും എപ്പോഴുമുണ്ട്. ഗവേണിംഗ് ബോർഡ് അംഗങ്ങൾ പലരും സന്നിധരാണ്. സെമിനാരി ഗവേണിംഗ് ബോർഡിനുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഏറ്റവും സ്നേഹബഹുമാനാദരവോടെ സമർപ്പിക്കുന്നു. കുറഞ്ഞ കാലയളവിൽ ഇത്രയും ധനം സമാഹരിക്കാൻ കഴിഞ്ഞത് ഫാക്കൽറ്റി അംഗങ്ങളുടെ നേതൃത്വം നടത്തപ്പെട്ട ഫിനാൻസ് ക്യാമ്പയിൻ മൂലമാണ്. നമുക്ക് സൂചിപ്പിച്ചതുപോലെ അമേരിക്കയിലും തുടർന്ന് ബാംഗ്ലൂരിലും പ്രിയപ്പെട്ട ഓർത്തോമസത്തിന്റെ അതിശക്തമായ ഒരു ഫിനാൻസ് ക്യാമ്പയിൻ പ്രവർത്തനം ഉണ്ടായിരുന്നു. ബാംഗ്ലൂർ, മലബാർ, മസ്കറ്റ് തുടങ്ങിയ പ്രദേശങ്ങളിൽ ഏറ്റവും പ്രിയങ്കനായ ജേക്കബ് മാത്യുവച്ചൻ ശക്തമായ ഫിനാൻസ് ക്യാമ്പയിൻ നടത്തി. ഷാർജയിൽ ഫിനാൻസ് ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. അബുദാബിയിൽ പ്രിയപ്പെട്ട ജോൺ തോമസ് കരിക്കാണ്ടച്ചന്റെ നേതൃത്വത്തിൽ ഫിനാൻസ് ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. അഹമ്മദാബാദിൽ പ്രിയപ്പെട്ട റജി മാത്യൂസിന്റെ നേതൃത്വത്തിൽ ഫിനാൻസ് ക്യാമ്പയിൻ പൂർത്തീകരിച്ചു. ബറോഡയിൽ പ്രിയപ്പെട്ട യോഹാനോ റംബാസിന്റെ നേതൃത്വത്തിലും അത് പൂർത്തീകരിക്കപ്പെട്ടു. ഇവരോടുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും കടപ്പാടും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഈ കെട്ടിടം അത് ഒരാളെ വിസ്മരിക്കാതിരിക്കാനുള്ള നല്ല മുഹൂർത്തമാണ്. അത് ഏറ്റവും പ്രിയങ്കരനായ ഈപ്പുള്ള സാറാണ്. സാറിന്റെ വളരെ കർക്കശമായ നിലപാട്, കൃത്യതയാർന്ന മാർഗനിർദ്ദേശം, വ്യക്തമായ ബോധ്യങ്ങൾ, സെമിനാരിക്ക് ഒരു രൂപ പോലും നഷ്ടം വരുന്നത് എന്നുള്ള സാറിന്റെ നിലപാട്, സെമിനാരിൽ 1 രൂപ പോലും എടുക്കരുത് എന്നുള്ള സാറിന്റെ കർക്കശ ബുദ്ധി, അങ്ങനെ ഈപ്പുള്ള സാർ ഞങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഇടം നേടി ഈ സെമിനാരിയുടെ ഉത്തമനായ ഒരു സുഹൃത്തായി മാറ്റപ്പെട്ടു. സാറിനുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. എന്റെ സ്നേഹിതൻ കൂടിയായിരിക്കുന്ന പ്രിയപ്പെട്ട ഇതിന്റെ ബിജു സി തോമസിന്റെ പ്രൈം മിലിറ്ററീസ് അവരുടെ ഇപ്പോൾ ഇവരുള്ള സാറിന് സെമിനാരി ഒരു ചെറിയ ഉപഹാരം ക്രമീകരിച്ചത് പരിശുദ്ധ ബാബാദിന് വേണ്ടി നൽകുന്നതാണ്. നൽകി തരണമെന്ന് അപേക്ഷിച്ചു. ഈ കെട്ടിടത്തിന്റെ പ്ലാനും ഇതിന്റെ പണിയുടെ എല്ലാ കാര്യങ്ങളും കൃത്യതയായി വിലയിരുത്തുകയും അത് ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തത് പ്രൈം ബിൽഡേഴ്സ് ആണ്. പ്രിയപ്പെട്ട ബിജു ഇവിടെ എത്തിയിട്ടുണ്ട്. സഭയുടെ മിക്കവാറും എല്ലാ കെട്ടിടങ്ങളുടെയും നേതൃത്വം നൽകിയിട്ടുണ്ട്. ബിജുവിനെയും ഇപ്പോൾ സെമിനാരി കുടുംബം ആദരിക്കുന്നു. പ്രത്യേകമായ നന്ദിയും സ്നേഹവും കടപ്പാടും ബിജുവിനെ ആദരിക്കുകയും ചെയ്യും. തീർച്ചയായും ഇത് പൂർത്തീകരിക്കപ്പെടുമ്പോൾ പ്രിയപ്പെട്ട തോമസ് ജോർജൻ ഞങ്ങളുടെ വിദ്യാർത്ഥിയാണ്. എങ്കിൽ പോലും അദ്ദേഹം എഞ്ചിനീയറിംഗ് ബിരുദത്തിന് ശേഷം സെമിനാരിൽ വന്നതുകൊണ്ട് അദ്ദേഹത്തെക്കാൾ കൂടുതൽ പ്രയോജനപ്പെട്ടത് സെമിനാരി കുടുംബത്തിനാണ്. തോമസ് ജോർജന്റെ വളരെ ത്യാഗപൂർവമായ പ്രവർത്തനം ഉണ്ടായിരുന്നു. പൂർണ്ണ സമയം അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം എല്ലാ കാര്യങ്ങളും വളരെ ആത്മാർത്ഥതയോടെ കൃത്യതയോടെ ഇടപെട്ടു. പ്രിയപ്പെട്ട തോമസ് ജോർജോട് നന്ദി പ്രത്യേകം അറിയിച്ചുകൊണ്ട് ഒരു ചെറിയ ഉപഹാരം പരിശുദ്ധ ബാബാദിന് ഇപ്പോൾ പ്രിയാൻസന് നൽകുന്നതാണ്. ഈ കെട്ടിടം ഏറ്റവും സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നത് ജോസഫ് തൈനാൻ ആൻഡ് കമ്പനിയുടെ പ്രവർത്തനമാണ്. തീർച്ചയായും ഇത് അവരെ ഏൽപ്പിക്കുമ്പോൾ ഞങ്ങളുടെ ഒക്കെ മുമ്പിൽ ഒരു ഡെഡ് ലൈൻ ഉണ്ടായിരുന്നു. അത് സെറാംബോ കോൺവെക്കേഷൻ എന്ന വലിയ ഭീതിയായിരുന്നു. പക്ഷേ കൃത്യതയോടെ
പ്രതീക്ഷിച്ചതിനേക്കാൾ മുമ്പേ ഭംഗിയോടെ വ്യക്തതയോടെ സെമിനാരി കുടുംബത്തിന് യാതൊരു ആശങ്കകളും ബാക്കി വെക്കാതെ ഭംഗിയായി അനുഗ്രഹീതമായി ഈ പണികൾ പൂർത്തീകരിച്ചിരുന്ന ജോസഫ് നെയ്യാൻ, അദ്ദേഹം സഭയുടെ ഉത്തമനായ അംഗം കൂടിയാണ് എന്നതിൽ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ പ്രവർത്തനങ്ങൾ നന്ദിപൂർവ്വം ഓർക്കുന്നു. അദ്ദേഹത്തിനും ഇപ്പോൾ സെമിനാരി കുടുംബത്തിന്റെ ചെറിയ ആദരവ് നൽകുവാൻ അഭ്യർത്ഥിക്കുന്നു. ഈ സൈറ്റിന്റെ സൂപ്പർവൈസറായി പ്രവർത്തിച്ചത് പ്രിയപ്പെട്ട ജോൺസൺ ആണ്. ജോൺസന്റെ വളരെ നല്ല സേവനങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടെ ഇടപെട്ടു. ജോൺസൺ കൃത്യമായി അതിനുവേണ്ടി പ്രവർത്തിച്ചു. പ്രിയപ്പെട്ട ജോൺസനെ ഇപ്പോൾ പ്രത്യേകമായി സെമിനാരികളോട് ഓർക്കുന്നു. ഉപഹാരം നൽകുവാൻ പരിശുദ്ധ പരമാത്മാവിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്യും. ജോൺസണോടൊപ്പം പ്രിയപ്പെട്ട ദീപകിന്റെ സേവനവും വളരെ ശ്രദ്ധേയമായിരുന്നു. പൂർണ്ണസമയം സെമിനാരിയിൽ താമസിച്ച് ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം ഭംഗിയായി നൽകി. ഇഷ്ടിക മുതൽ മണ്ണ് മുതൽ എല്ലാ കാര്യങ്ങളും ചുമന്ന് ആ കാര്യങ്ങളൊക്കെ അദ്ദേഹം വളരെ കൃത്യമായി നിർവഹിച്ചു. അദ്ദേഹത്തോട് നന്ദി അറിയിച്ചുകൊണ്ട് സെമിനാരിയുടെ ഉപഹാരം സമർപ്പിക്കപ്പെടുന്നു. കമ്മിറ്റിയുടെ ഭാഗമായി പ്രിയപ്പെട്ട പീയൂഷ് ഉണ്ടായിരുന്നുവെങ്കിലും അതിലൊക്കെ ഉപരിയായി സെമിനാരി കുടുംബത്തെ ഹൃദയത്തിൽ സ്നേഹിക്കുകയും സെമിനാറിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവർക്കും പ്രിയങ്കരനായി മാറുകയും ചെയ്ത സൈറ്റ് സൂപ്പർവൈസറായ പീയൂഷിനെ ഇപ്പോൾ പ്രത്യേകമായി സെമിനാരി കുടുംബം ആദരിക്കുകയും ഉപഹാരങ്ങൾ സമർപ്പിക്കുകയും ചെയ്യും. നമുക്കറിയാം, ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുവാൻ സബ് കോൺട്രാക്ടേഴ്സിന്റെ സേവനം നമുക്ക് ആവശ്യമാണ്. അത്തരത്തിൽ സെമിനാരിയെ സഹായിച്ച പ്രിയപ്പെട്ട സ്ട്രെസ് വർക്കിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിരുന്ന റജിയുടെ സേവനങ്ങൾ എന്നിവ ഓർക്കുന്നു. റജിയെ ഇപ്പോൾ സെമിനാരി കുടുംബം ആദരിച്ചുകൊണ്ട് ഉപഹാരം നൽകും. പ്ലംബിംഗിന്റെ പ്രവർത്തനങ്ങൾ ഭംഗിയായി പൂർത്തീകരിച്ചിരുന്ന മനോജ് കുര്യന്റെ പ്രവർത്തനങ്ങൾ നന്ദിപൂർവ്വം സെമിനാരി കുടുംബം ഓർക്കുന്നു. ഇപ്പോൾ മനോജ് കുര്യന്റെ സേവനങ്ങൾക്ക് ഒരു ചെറിയ പ്രതിഫലം ഇപ്പോൾ സെമിനാരി കുടുംബം പ്രത്യേകമായിട്ട് നൽകുന്നുണ്ട്. അദ്ദേഹം എത്തിയിട്ടില്ല, അദ്ദേഹം എത്തുന്നവർക്ക് വാങ്ങിക്കും. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഡിജുവിന്റെ പ്രവർത്തനങ്ങൾ പ്രത്യേകമായി ഇതിന് അനുഗ്രഹമായിരുന്നു. ഡിജുവിന് വേണ്ടി പ്രിയ ജോൺ ജോസഫ് പരിശുദ്ധ ബാബാതിന്മയുടെ കൈകാര്യങ്ങളിൽ നിന്ന് ഉപഹാരം ഏറ്റ് വാങ്ങുന്നതാണ്. സെമിനാരി കുടുംബം ചില പ്രത്യേകമായ സമ്മാനങ്ങൾ നൽകുവാൻ ആഗ്രഹിക്കുന്നു. ആത്മാർത്ഥം മൂലം ഒന്ന് പ്രൊജക്ടിന്റെ സൂപ്പർവൈസറായിരുന്ന പ്രകാശൻ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വളരെ ശ്രദ്ധേയമായിരുന്നു. പ്രകാശന് മുന്നോട്ട് വന്ന് ഇപ്പോൾ ബാബാതിന്മയുടെ കയ്യിൽ നിന്ന് ഈ ഉപഹാരം ഏറ്റുവാങ്ങണം. അതുപോലെ തന്നെ ഞങ്ങളുടെ കിറ്റൻ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന അദ്ദേഹം ഈ നാട്ടുകാരനല്ല എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഒരു സേവനം എല്ലാ കാര്യങ്ങളും എപ്പോഴും സെമിനാരി കുടുംബത്തിലുണ്ടായിരുന്നു. കിറ്റന്റെ സേവനങ്ങളെ ഓർക്കുന്നു. ഇപ്പോൾ സെമിനാരി കുടുംബം ഒരു ഉപഹാരം നൽകി പ്രത്യേകമായി നമ്മുടെ ടൈൽസ് വർക്കുകൾ ഭംഗിയായി പൂർത്തീകരിച്ച രാജുവിനോടുള്ള നന്ദി അറിയിക്കുന്നു. രാജു മുന്നോട്ട് വന്ന് പരിശുദ്ധ ബാബാതിരുമയുടെ കരങ്ങളിൽ നിന്ന് ഈ സമ്മാനം ഏറ്റുവാങ്ങണമെന്ന കാര്യം ഓർമ്മിക്കുന്നു. നമ്മുടെ പെയിന്റിങ്ങിന്റെ പ്രവർത്തനങ്ങൾ ഭംഗിയായി പൂർത്തീകരിച്ച സാജൻ ഡീഗസ്, അദ്ദേഹവും ഭംഗിയായി പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. അദ്ദേഹത്തോട് നന്ദി സ്നേഹവും കടപ്പാടും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഉപഹാരം പരിശുദ്ധ ബാബാതിരുമയുടെ കരങ്ങളിൽ കൊണ്ട് ഏറ്റുവാങ്ങണമെന്ന് ഓർമ്മിക്കുന്നു. അതെ, ഈ ചരിത്ര നിയോഗം ഇവിടെ പൂർത്തീകരിക്കുകയാണ്. അല്പമായോ അധികമായോ ഇതിൽ സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവരുള്ള നന്ദി സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. തീർച്ചയായും അഭിയുന്ന അസ്വാസ്ഥത്തിന് വീണ്ടും നിറഞ്ഞ ചിരി ഇപ്പോൾ സ്വർഗത്തിലുണ്ട് എന്നതിന് യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിന്റെ സ്വകീയ സാന്നിധ്യം, കാരണം ആധുനിക സെമിനാരിയുടെ എല്ലാ കെട്ടിടവും ഉണ്ടായത് അഭിയുന്ന തിരുമേനിയുടെ നാമത്തിൽ നിന്നാണ്. അഭിയുന്ന തിരുമേനിയുടെ നാമം ജനിച്ചത് കൊണ്ടാണ് ഈ സെമിനാരിക്ക് ആധുനിക കെട്ടിടങ്ങളൊക്കെ ഉണ്ടായത്. ആ പുണ്യശ്ലോകന്റെ വലിയ പിതാവിന്റെ നാമം അനശ്വരമാകുവാൻ സ്വർഗത്തിൽ സ്നേഹത്തിന്റെ പ്രവാചകൻ ചിരിക്കുമ്പോൾ നമുക്ക് ആ ചിരി ഏറ്റെടുക്കാം. അദ്ദേഹത്തിന് അനുയോജ്യമായ ഒരു ഉപകാരം സമർപ്പിച്ച കൃതാർത്ഥതയുമായി അതിൽ സഹകരിച്ച എല്ലാവരോടും നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ഇവിടെ ഉള്ളതുകൊണ്ട് തിരുമേനി ചാണ്ടപ്പുള്ള സാറിനോട് ഞങ്ങൾ പ്രത്യേകമായി നന്ദി അറിയിക്കണം. നമ്മുടെ ഈ കെട്ടിട സമുച്ചയത്തിന് ഏറ്റവും വലിയ സംഭാവന നൽകിയത് ഹ്യൂസ്റ്റൺ ഇടവകയിലെ ചാണ്ടപ്പിള്ള സാറാണ്. $20,000 അദ്ദേഹം നമുക്ക് സംഭാവന ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പ്രത്യേകമായ താല്പര്യപ്രകാരം